എനിക്ക് രാജീവിൻ്റെ അവസ്ഥയെപ്പറ്റി സങ്കടമുണ്ട്. ഒരിക്കലും ജയിക്കാത്ത കേസ് വാദിക്കാൻ വേണ്ടി നിയുക്തനായ വക്കീലിൻ്റെ ഗതികളാണ്. അദ്ദേഹം വക്കീലല്ല, ഈസ് എ ബിസിനസ്മാൻ. പക്ഷെ ആ ബിസിനസ്മാൻ ജനങ്ങളുടെ കോടതിയിൽ ഒരു പ്രത്യേകതരം കേസ് വാദിക്കുകയാണ്. ഇപ്പോൾ മൂക്ക് താഴേക്കുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ആ കേസ് ജയിക്കില്ല. പരമ്പരയായി കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ വഞ്ചിക്കുമ്പോൾ, വിവേചനം കാണിക്കുമ്പോൾ, വാതിൽ കൊട്ടിയടയ്ക്കുമ്പോൾ, അത് കണ്ട് ജനങ്ങളാകെ പൊറുതുമുട്ടുമ്പോൾ അവരുടെ എല്ലാ മനസ്സിൽ കേന്ദ്ര സർക്കാരിനോട് അമർഷം പതഞ്ഞു പൊന്തുമ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങൾ വാദിക്കണം, ഈ കേസ് വാദിക്കണം എന്ന് പറയുകയാണ് കേന്ദ്ര തമ്പുരാക്കന്മാർ. ഈ ഗവൺമെൻറ്റിന് വേണ്ടി ജയപാടാൻ പറയുകയാണ്. അദ്ദേഹം ആ കേസ് വാദിക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികം. പക്ഷെ ആ കേസ് പൊളിഞ്ഞ കേസാണ്. ഒരു പൊളിഞ്ഞ കേസും ഏത് വക്കീലിനും വാദം കൊണ്ട് ജയിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ മാന്യസുഹൃത്തോടെ എൻ്റെ അഭ്യർത്ഥന, ഇത്തരം പൊളിയുന്ന കേസുകൾ വാദിക്കാൻ ദയവായി നോക്കല്ലേ എന്നാണ്. സാക്ഷാൽ നരേന്ദ്രമോദി വന്ന് വാദിച്ചാലും ജനങ്ങളുടെ കോടതി BJP ഗവൺമെൻറ്റിൻ്റെ ഈ നെറികേടിനെ തള്ളിക്കളയും, തോൽപ്പിക്കും. ആ കേസാണ് മാന്യ സുഹൃത്തായിട്ടുള്ള രാജീവ് ഏറ്റെടുത്ത് വാദം ഉയർത്തി രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. നടക്കില്ല എന്ന കാര്യം ഉറപ്പ്.